ഹായ് ഓൾ, ഞാനും ചേട്ടനും കൂടി ഇത് റെഡി ആയിട്ട് ഒരു ചെറിയൊരു റീൽ ഷൂട്ടിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് കരമന നീരമൺകര ഭാഗത്തുള്ളൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. ഇത് ആഴങ്കാൽ വാക്ക് വേ എന്ന് പറയും. ദേ വിഷ്ണു ചേട്ടനുണ്ട്, വിഷ്ണു ചേട്ടൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഞാനും ദേ റെഡിയായി നിൽപ്പുണ്ട്. ഇവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഞാനും ചേട്ടനും അതിനിടയിൽ ഒരു സെൽഫിയൊക്കെ തട്ടിക്കൂട്ടി. പിന്നെ ദേ അവർ തകൃതിയായി പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് റീൽസിന് വേണ്ടി. പതിവ് പോലെ ചേട്ടൻ തന്നെയാണ് കേട്ടോ വീണ്ടും ക്യാമറാമാനോ. അപ്പോൾ ദേ ഞാൻ ആ സമയം കൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിത്തു ചേട്ടൻ്റെ വൈഫ് സൂര്യ ചേച്ചിയും വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനിടയിൽ ദേ ഓരോരോ ഷോട്ടായിട്ട് റീൽസ് ഷൂട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ദേ ഞങ്ങളുടെ റീൽസാണ് അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ദേ ജിത്തു ചേട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഞങ്ങളുടെ ഷൂട്ടിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആറിൻ്റെ തീരത്തായിട്ടിരുന്നാണ് കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തത്. പിന്നെ ആ ഒരു സൈഡിലൊക്കെ. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു അടിപൊളി പ്ലേസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും ചേട്ടനും അറിയില്ലായിരുന്നു. ഈ ട്രിവാൻഡ്രത്ത് ജീവിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ഞങ്ങളിത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഞാനും ചേട്ടനും പിന്നെ ജിത്തു ചേട്ടനും സൂര്യ ചേച്ചിയും കൂടി ഒരു കടയിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫുഡൊക്കെ ഇപ്പോൾ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നല്ല പുകയുണ്ട് കേട്ടോ ഇതിനകത്ത്. അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ പുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതല്ല, ശരിക്കും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പിന്നെ അതേ നല്ല പുക കാരണം ഞങ്ങൾ അധികം അവിടെ ഇരുന്നില്ല. പാഴ്സൽ ചെയ്ത് ഞങ്ങളുടെ ഫുഡൊക്കെ ആയിട്ടാണ് ഞങ്ങളങ്ങ് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് അട്ടക്കുളങ്ങര രാമചന്ദ്രനിലേക്കാണ്. അവിടെ ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ഒന്ന് നടത്തി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ലേറ്റ് നൈറ്റായി. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള പത്മതീർത്ഥത്തിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് നൈറ്റൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി നെക്സ്റ്റ് ഒരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.